ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഗണിതത്തിന്റെ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ 71ാം പേജിലെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് ഇന്ന് നോക്കാം. ഇവിടെ നമുക്ക് 4 സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട്. ആ ഓരോന്നിന്റെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണക്കാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓരോ സമാന്തര ശ്രേണിയിലും ആദ്യ പദവും പൊതുവ്യത്യാസവും എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അതുപയോഗിച്ച് നമുക്ക് എങ്ങനെ 25 പദങ്ങളുടെ തുക കണക്കാക്കാം എന്ന് ആദ്യം മനസ്സിലാക്കാം. ആദ്യ പദം എഫും പൊതുവ്യത്യാസം ഡിയും തന്നാൽ 25ാം പദം എന്തായിരിക്കും? എക്സ് 25 ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ആ സമവാക്യത്തിൽ n 25 കൊടുക്കുമ്പോൾ 25 ഡി പ്ലസ് എഫ് മൈനസ് ഡി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഒന്നാം പദം എഫും 25ാം പദം എക്സ് 25ഉം, അല്ലെങ്കിൽ ആദ്യ പദം x1 എടുത്താലും കുഴപ്പമില്ല. x1ഉം 25ാം പദം എക്സ് 25ഉം ആയാൽ 25 പദങ്ങളുടെ തുക എന്തായിരിക്കും? ആദ്യത്തെ 25 പദങ്ങളുടെ തുക 25/2 ഇൻറ്റു ഒന്നാം പദം പ്ലസ് 25ാം പദം. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇത് വെച്ച് നമുക്ക് ഈ 4 എണ്ണം എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ നമുക്കിനി ഒന്നാമത്തെ സമാന്തര ശ്രേണി നോക്കാം. 11, 22, 33 ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ സമാന്തര ശ്രേണി. അപ്പോൾ ഇതിലെ ആദ്യ പദം എഫ് അല്ലെങ്കിൽ x1 എന്ന് പറഞ്ഞാൽ 11. ഇനി പൊതുവ്യത്യാസം 22 മൈനസ് 11 11ആണ്. ഇനി നമ്മൾ എക്സ് 25 കണ്ടുപിടിക്കുന്നു. 25 ഇൻറ്റു 11 പ്ലസ് 11 മൈനസ് 11. അപ്പോൾ എന്ത് കിട്ടും? 25 ഇൻറ്റു 11 എന്ന് കിട്ടും. അതായത് 275. ഇനി നമുക്ക് ആദ്യത്തെ 25 പദങ്ങളുടെ തുക എഴുതാം. അപ്പോൾ തുക എസ് 25 സമം 25/2 ഇൻറ്റു ഒന്നാം പദം 11 പ്ലസ് 25ാം പദം 275. അപ്പോൾ 25/2 ഇൻറ്റു 286. അപ്പൊ നമുക്കത് 25 ഇൻറ്റു 143 എന്ന് കിട്ടും. അതായത് 3575. ഒന്നാമത്തെ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 3575 എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ സമാന്തര ശ്രേണി നോക്കാം. രണ്ടാമത്തെ സമാന്തര ശ്രേണി 12, 23, 34 ഇങ്ങനെ തുടർന്നു പോകും. അപ്പോൾ ഇതിൽ നിന്നും ആദ്യ പദം എഫ് അല്ലെങ്കിൽ x1 എന്താണ്? 12. പൊതുവ്യത്യാസം ഡി 23 മൈനസ് 12 11. എക്സ് 25 25 ഇൻറ്റു 11 പ്ലസ് 12 മൈനസ് 11. അപ്പോൾ 25 ഇൻറ്റു 11 275 പ്ലസ് 1. അപ്പോൾ 276. ഇനി 25 പദങ്ങളുടെ തുക, ആദ്യത്തെ 25 പദങ്ങളുടെ തുക എസ് 25 സമം 25/2 ഇൻറ്റു 12 പ്ലസ് 276. അതായത് 25/2 ഇൻറ്റു 288. അപ്പോൾ 2 കൊണ്ട് നമുക്ക് ഹരിച്ചാൽ 25 ഇൻറ്റു 144. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 144നെ 100 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 14400 കിട്ടും. അതിൻ്റെ 4/1. അതായത് 3600. ഓക്കെ,
അപ്പോൾ രണ്ടാമത്തെ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 3600. ഇനി മൂന്നാമത്തെ സമാന്തര ശ്രേണിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യ പദം എഫും പൊതുവ്യത്യാസം ഡിയും തന്നാൽ 25-ാം പദം x25 സമം 25d പ്ലസ് എഫ് മൈനസ് ഡിയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക 25/2 ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് 25 എന്നും എഴുതാം. അപ്പോൾ ഇതിൽ ആദ്യ പദം എന്തായിരിക്കും? 21. ഇനി പൊതുവ്യത്യാസം രണ്ടാം പദം മൈനസ് ഒന്നാം പദം 32 മൈനസ് 21 11. ഇനി നമുക്ക് 25-ാം പദം കണ്ടുപിടിക്കാം. x25 സമം 25 ഇൻറ്റു 11 പ്ലസ് 21 മൈനസ് 11, അതായത് 275 പ്ലസ് 10, അപ്പോൾ 285. ആദ്യത്തെ 25 പദങ്ങളുടെ തുക s25 സമം n/2 എന്ന് പറയുമ്പോൾ 25/2 ഇൻറ്റു ആദ്യ പദം 21 പ്ലസ് x25 285. അപ്പോൾ നമുക്ക് 25/2 ഇൻറ്റു ഇതെത്ര കിട്ടും? 306. ഇനി ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് 153. അപ്പോൾ 25 ഇൻറ്റു 153. അപ്പോൾ അതെത്ര കിട്ടും? 3825. ഓക്കെ, ഇതിനെ 25 കൊണ്ട് ഗുണിക്കുന്നതിനേക്കാൾ എളുപ്പം 15 153നോട് 2 0 ചേർത്ത് 4 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, ഏതാണ് എളുപ്പം അത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് നാലാമത്തെയും അവസാനത്തെയും സമാന്തര ശ്രേണി നോക്കാം. നമ്മുടെ ശ്രേണി 19, 28, 37 ആണ്. അപ്പോൾ ആദ്യ പദം x1 അല്ലെങ്കിൽ f സമം 19, പൊതുവ്യത്യാസം d 28 മൈനസ് 19, അപ്പോൾ 9 എന്ന് കിട്ടും. ഇനി x25 എന്തായിരിക്കും? 25 ഇൻറ്റു 9 പ്ലസ് 19 മൈനസ് 9. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 225 പ്ലസ് 10. കാരണം 25 ഇൻറ്റു 10 250 ആണ്. അതിൽ നിന്ന് ഒരു 25 കുറച്ചാൽ മതി. അപ്പോൾ 225 പ്ലസ് 10, അപ്പോൾ 235. ഇനി ആദ്യത്തെ 25 പദങ്ങളുടെ തുക 25/2 ഇൻറ്റു 19 പ്ലസ് 235. അപ്പോൾ എത്ര കിട്ടും? 25/2 ഇൻറ്റു 20 കൂട്ടിയാൽ 255, 1 കുറച്ചാൽ 254. 25/2 ഇൻറ്റു 254. അപ്പോൾ ഇത് 177. 25 ഇൻറ്റു 127. അപ്പോൾ നമുക്ക് 3175 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിന് ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, എന്നിട്ട് നിങ്ങളത് സോൾവ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, മൂന്നാമത്തെ ചോദ്യം നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ വരെ ബൈ. താങ്ക് യു.